ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെറിയുന്നു. ഒരു വേഴാമ്പലിനെ പോലെ ദാഹിച്ചിരുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് അരയന്ന പിട പോലെ അവൾ നടന്നു വന്നു. മാടപ്രാവിൻ്റെ പരിശുദ്ധിയുള്ള അവളോട് ഞാൻ എൻ്റെ ഇഷ്ടം അറിയിച്ചപ്പോൾ ഇണക്കുരുവിയെ പോലെ അവൾ എന്നിലേക്ക് ചിറകൊതുക്കി. അവൾ എൻ്റേത് മാത്രമാണെന്ന് ഞാൻ അഹങ്കരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പിടക്കോഴിയെപ്പോലെ എൻ്റെ ജീവിതം ചികയാൻ തുടങ്ങി. മുറിപ്പാടുകളുമായി ഞാൻ ഞെട്ടിയുണർന്നപ്പോഴേക്കും ഒരു കള്ളിപ്പൂങ്കുയിലായി അവൾ പറന്നകന്നിരുന്നു. പ്രതീക്ഷിച്ചിരിക്കാതെ ചിലപ്പോഴൊക്കെ ജീവിതത്തിലേക്ക് പ്രണയം കടന്നു വരും. ചിലപ്പോഴല്ല, എല്ലായ്പ്പോഴും തന്നെ. അവരെ സ്വന്തമാക്കണമെന്ന് മോഹിക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും ആവില്ല സംഭവിക്കുക. നമ്മളെ വേദനിപ്പിച്ച് അവരകന്നു പോകും. എന്നാലും നമ്മൾ പ്രണയത്തെ സ്നേഹിക്കുമല്ലേ? പ്രണയത്തെ നമ്മൾ വെറുക്കില്ല. പ്രണയത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായി ക്ലബ് FM ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. A sad truth is we all are missing someone and hoping they're missing us too. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഇഷ്ടപ്പെടുന്ന ആ ഒരാളെ നമ്മളെല്ലാവരും മിസ് ചെയ്യാറുണ്ട്. മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അവരും ആഗ്രഹിക്കണം, നമ്മളെ കാണണം എന്നൊക്കെയാണ്. പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ല അല്ലേ? ചിലപ്പോഴൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ആ ആള് നമ്മളെ വിട്ടിട്ടും പോവും. എന്താ നിമിഷത്തിൽ തോന്നുക? ചുറ്റും നടക്കുന്ന ഒന്നിനോടും താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് ഓടി രക്ഷപ്പെടണമെന്നല്ലേ? ഗൗതം മേനോൻ പറഞ്ഞു, ഒരു പ്രണയ നൈരാശ്യം വരുമ്പോൾ യാത്രകളാണ് സഹായിക്കാറെന്ന്. ഒരു ദൂരയാത്ര പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനുത്തരം തരണേ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വഴക്കിലൂടെയാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത്. ലതീഷാണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഈ മെസ്സേജ് അയച്ചു തന്നെ. റിസ്വാൻ ചോദിച്ചിരിക്കുന്നു, എൻ്റെ ഒട്ടും ഓർമ്മ നിനക്ക് മനസ്സിലില്ലേ എന്ന്. ആരുടെ അടുത്താ? പിന്നെ അഞ്ജലിയെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു മെസ്സേജ് ഉണ്ട്. പ്രിയങ്ക, ഐ ലവ് യു എ ലോട്ട് മൈ ലവ്. ഓരോ സെക്കൻഡും നിന്നെ ഞാൻ മിസ് ചെയ്യുക എന്ന് വിഷ്ണു. സഞ്ജന എന്നൊരു പെൺകുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ആ ഇഷ്ടം തുറന്നു പറയാൻ എനിക്ക് പറ്റണില്ല. ഞാൻ എങ്ങനെയാ പറയാ? എനിക്കൊരു നല്ല സൊല്യൂഷൻ തരുമോ? എന്നെ ഒരിക്കലും അയാൾ ഇഷ്ടപ്പെടില്ല എന്ന് എൻ്റെ മനസ്സിലൊരു വിചാരമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതുപോലൊരു മെസ്സേജിന് ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു. ഇങ്ങനെ പ്രീ കൺവിൻസ് നോഷൻസ് ഒക്കെ ആയിട്ട് ഒരാളുടെ അടുത്തോട്ട് ചെല്ലരുത്. ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് എന്ത് കുറവാണ് നമുക്കുള്ളത്? നമ്മളെല്ലാം ബ്യൂട്ടിഫുള്ളാണ്. നമുക്കെല്ലാം നമ്മുടേതാക്കുന്ന ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഒരിക്കലും ഒരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് അയക്കണം. നമ്പർ 56070. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മീര, ഐ റിയലി ലവ് യു എന്ന സമയത്ത് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് റീഡുൻ അയച്ചു തന്നിട്ടുണ്ട്. പ്ലീസ് ഡെഡിക്കേറ്റ് എ സ്വീറ്റ് റൊമാൻറ്റിക് സോങ് ഫോർ മൈ ഏട്ടൻ എന്ന് പേര് പറയാത്ത ഒരാൾ അയച്ചു നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, പാട്ട് വെച്ചുതരാം കേട്ടോ. പിന്നെ മനസ്സിൽ മുഴുവൻ നിൻ്റെ ഓർമ്മകളുമായി ഞാൻ നടക്കുകയാണ്, നിൻ്റെ പൊന്ന് ഒരു മെസ്സേജ് അങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. ആരുടെ ഓർമ്മയാ? നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? ആളുടെ പേരും കൂടി പറയണ്ടേ? പിന്നെ ഷംനു പറഞ്ഞിരിക്കുന്നു, മിസ് യു വാവേ, ലവ് യു സോ മച്ച്. ഐ മിസ് യു എ ലോട്ട് മൈ ഡിയർ അച്ചു എന്ന് നീതു. ഐ മിസ് യു അശ്വന്ത് എന്ന് ആതിര. ലവ് യു മൈ ഡിയർ വുഡ് ബി രതീഷ് എന്ന് ഗായു. ഈ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചിട്ടിരിക്കണ ഒരു സമയമില്ലേ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കല്യാണം വരെയുള്ള സമയം, അതാണ് ശരിക്കും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ടൈം എന്ന് എനിക്ക് തോന്നണേ. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ടെൻഷൻസ് ഒന്നുമില്ല, കഴുത്തിൽ താലി വീണിട്ടില്ല, എന്നാൽ അയാൾ സ്വന്തം എന്നുള്ളൊരു വിചാരമുണ്ട്. ആ സമയത്ത് ഒരു ലൈഫ് എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കണേ, കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയത്തേക്കാളും എക്സൈറ്റിംഗ് ആ ഒരു കുറച്ച് മാസങ്ങളാണ്. ആണോ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം പറയാം, മെസ്സേജ് അയക്കാം. നമ്പർ 56070. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.